ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചപ്പാത്തി. ചപ്പാത്തിക്ക് മുൻപിൽ നിന്ന് ചോറ് പോലും മാറി നിൽക്കും. സിഖ് നാട്ടിൽ നിന്നെത്തിയ ചപ്പാത്തി മലയാളികളുടെ നെഞ്ചിൽ കുടിയേറിയിട്ട് 100 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെ വെറുതെ കേരളത്തിലേക്ക് കടന്നു വന്നതല്ല ചപ്പാത്തി. കേരളത്തിന്റെ സമരചരിത്രം തന്നെ അതിനു പിന്നിലുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിനിടെയാണ് ആദ്യമായി ചപ്പാത്തിയുടെ രുചി മലയാളികൾ അറിയുന്നത്. സിഖ് ആരാധനാലയങ്ങളായ ഗുരുദ്വാരകളിലെ പരിഷ്കാരങ്ങൾക്കായി പ്രക്ഷോഭം ശക്തമായ കാലമായിരുന്നു അത്. ആ സമയത്താണ് അന്ന് പട്യാല സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന മലയാളിയായ സർദാർ KM പണിക്കർ വഴിയാണ് പട്യാല രാജാവും സിഖ് നേതാക്കളും വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അറിയുന്നത്. സമരത്തിലുള്ളവർക്ക് ഭക്ഷണം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നറിഞ്ഞ രാജാവ് 3 കപ്പൽ ഗോതമ്പ് കൊച്ചിയിലേക്ക് കയറ്റിവിട്ടു. ഒപ്പം സിഖ് സമുദായത്തിന് നേതൃത്വം വഹിക്കുന്ന ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റിയുടെ ഒരു സംഘത്തെയും. 1924 ഏപ്രിൽ 29 അമൃത്സറിൽ നിന്നുള്ള സർദാർ ലാൽ സിംഗിന്റെയും ബാബ കൃപാൽ സിംഗിന്റെയും നേതൃത്വത്തിലെത്തിയ അകാലികളാണ് സൗജന്യ ഭക്ഷണശാല തുറന്നത്. സിഖ് ശൈലിയിലുള്ള പല ഭക്ഷണങ്ങളും വിതരണം ചെയ്തെങ്കിലും മലയാളികളുടെ മനം കവർന്നത് ചപ്പാത്തിയായിരുന്നു. 30,000 പ്രതിഷേധക്കാർക്കാണ് അകാലികൾ രുചികരമായ ചപ്പാത്തിയും സബ്ജിയും വിളമ്പിയത്. ചോറ് മാത്രം കഴിച്ചു ശീലിച്ച മലയാളികൾ ആദ്യമായി അന്ന് ഗോതമ്പ് കൊണ്ടുള്ള ചപ്പാത്തി കഴിച്ചു. മറ്റൊരു ദേശത്തെ പ്രതിഷേധത്തിനു വേണ്ടി സ്വയം മറന്ന് കേരളത്തിലെത്തിയ സിഖുകാരെയും അവർ വിളമ്പിയ പുതുരുചിയും കേരളക്കരയ്ക്ക് ഇഷ്ടപ്പെട്ടു. വൈക്കം സത്യാഗ്രഹം അവിടെ അവസാനിച്ചുവെങ്കിലും അകാലികൾ വിളമ്പിയ ചപ്പാത്തിയെ കേരളം നെഞ്ചോട് ചേർത്തു. വർഷങ്ങൾക്കിപ്പുറവും ചോറ് കഴിഞ്ഞാൽ വീടുകളിൽ ഏറ്റവും അധികം വിളമ്പുന്ന ഭക്ഷണങ്ങളിൽ ഒന്നായി ചപ്പാത്തി മാറി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.